ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം. സർവമനുഷ്യർക്കു വന്ന സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത
ശാന്തിഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകയില്ല തെല്ലുമേ ശാന്തി അന്ത്യവേളയിൽ. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി. ആലയ വാതുക്കൽ വരുന്നു. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു. അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു. സ്നേഹത്തിൻ മോഹന ഗാനം പാടും. സ്നേഹത്തിൻ മോഹന ഗാനം പാടും. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. പാപക്കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ.
കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ. ശാന്തി തൻ പൂമഴ എന്നും ചൊരിയും, ശാന്തി തൻ പൂമഴ എന്നും ചൊരിയും. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം, ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി ആലയ വാതുക്കൽ വരുന്നു. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടു
വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാന നീരിറവയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിന് പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിൻ്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കർത്താവേ, ഓർത്തിടുകിൽ ആർക്കുള്ളോ രക്ഷ
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസൻ ജോസഫിൻ്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ വിശുദ്ധയുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസമുള്ളങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവൻ്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപുറം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞു വന്നതിൻ്റെ ബാഹ്യടയാളമായിരുന്നു. മഹിമയേറിയ പദവി മലിനപ്പെടുത്താതെ കാത്തുസൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ചിഹ്നമായ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടചലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ ഹൃദയത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം
നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ
എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമാനുഷർക്കു വന്ന സർവദോഷോത്തരത്തിനായി സർവനാഥൻ മിശിഹായും ഈ
ലോകത്ത് സ്വർഗീയ സൗഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശിക്കുകയും ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യും, ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ ചോദിക്കണം ചോദ്യമാണ്. നമ്മൾ ഇന്ന് നമ്മൾ തന്നെ ആത്മശോധനയോ നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ ഈ സഹോദരന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ സഹോദരനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ സഹോദരനെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം പ്രാർത്ഥന. മരിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്ന് ഈ ദിവ്യബലിയെ മാത്രമല്ല, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ മാത്രമല്ല, അല്ലെങ്കിൽ 30 ദിവസം മാത്രമല്ല, അനുദിനം ഈ ആത്മാവിനെ നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കാരണം നമുക്കറിയാം എന്തൊക്കെ പാപതടസ്സങ്ങളാണ് ഈ മകളുടെ ജീവിതത്തിൽ, സഹോദര ജീവിതത്തിലുണ്ടായത്. അതൊക്കെ എഴുതി പോകുവാൻ, അങ്ങനെ സ്വർഗത്തിലിരുന്നുകൊണ്ട് സ്വർഗീയ പിതാവ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ആവശ്യം വഹിക്കുവാനായിട്ട് ഈ ആത്മാവിനെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യബലിയിലെ കൃപയാലെ പാപങ്ങൾ മോചിപ്പിച്ച് സ്വർഗീയ സംസ്ഥാനങ്ങളെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ കഥമുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർത്തിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർവമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവിന്റെ വചനം. കർത്താവിന്റെ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല.
കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ വൃത്തത്തെ അവിടുന്ന് എനിക്ക് വിശ്രമമാകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഉൾവഴി എല്ലാം എനിക്ക് ഉറപ്പേറുന്നു. കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലവും അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഭവിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ പാടുന്നു. ഹല്ലേലൂയ 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 പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യും, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനായി അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ പാടുന്നു. ഹല്ലേലൂയ 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 പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിനെ കൊണ്ടുപോകുന്ന പക്ഷേ പിതാവ് എനിക്ക് നൽകുന്നവരല്ല എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചതിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവരെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചതിൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിന്റെ സുവിശേഷം. കരുണം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളും സ്നേഹിച്ചു. ഞങ്ങൾ കാത്തിപ്പോ ഈ വലിയ വസ്തുക്കൾ സ്വീകരിക്കൂ. നിത്യ സൗഭാഗ്യത്തിലുന്നതീടങ്ങൾ കർത്താവേ ഇയാളേ.
നമ്മുടെ സ്നേഹാദനായ രക്ഷകനാണെന്ന സംശയം ഏറ്റുപറഞ്ഞ ഈ സഹോദരൻ കാരണവാനായ ദർശനമാകും ഏതൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന നിങ്ങളോടുകൂടെ കർത്താവെ സർവശക്തിനായി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി യഥാർത്ഥ ന്യായവും യോഗ്യവും ലക്ഷ്യകരമാണ് എന്നാൽ ഞങ്ങളെല്ലാവരും കളിക്കാതിരിക്കാൻ ഒരാളെ കൈവച്ചു ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി ആശ്രയിക്കാൻ ഒരാളെ അറിയിക്കാൻ സാധിക്കും ആകെ പുത്രന്മാർ ഭദ്രാശന്മാർ ദേശന്മാർ തുടങ്ങി എല്ലാ സ്വർഗീയങ്ങളുടെ ഗൗരവം അങ്ങേ മഹത്വം പ്രകടിപ്പിച്ച് ഞങ്ങൾ അവരാണ്
വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളെ കുഞ്ഞാട
അനുഗ്രഹത്തിന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ ഭക്തി പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിക്കൂ, ആനന്ദമോടെ ചേർന്നിരിക്കൂ. മണ്ണിൽ നിന്നും യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നില്ല. ചിരികൾ വല്ലതും വേദനകളിൽ യാത്ര പോകുന്നു. യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ നല്ല
അങ്ങനെ ഈശ്വരകാലത്ത് എല്ലാ വിശുദ്ധവും ഈ സമൂഹത്തിന് കൈവരികയും ചെയ്യുമാറാകട്ടെ. തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. വാനവഗായ
സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. സ്വർഗ സൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. നിന്നെ നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെ ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുകൊണ്ട് അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുടുംബാടങ്ങൾ ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നതുവരെ ഈ സഹോദരൻ്റെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഈ സഹോദരൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മുടെ ഈ സഹോദരൻ ജോസഫിനെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്നും തൻ്റെ പക്കലേക്ക് വിളിക്കാൻ തിരുമനസ്സായി മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു എളിയവരായ നമ്മുടെ ശരീരങ്ങളെ അവിടെ നിന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഈ സഹോദരൻ അവിടെ നിന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഈ സഹോദരൻ്റെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല. എന്നരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. ലാസറിൻ്റെ ശവകുടീരത്തിങ്ങൾ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായ ഞങ്ങളുടെ കണ്ണീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഈ സഹോദരന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരനെ നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഈ ദാസൻ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരനെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തിടണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവേണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അകലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹതാരമേ, തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ, താന്തമീണമുണ്ടോ, താന്തമീണമുണ്ടോ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അലയറിയാത്തോണിയിൽ അലയും യാത്രയിൽ തുഴമുറിഞ്ഞു പോയൊരൻ മൂകസ്വപ്നമേ, അകലെയേതോ തീരങ്ങളുണ്ടോ, അഭയകുടീരമുണ്ടോ, അഭയകുടീരമുണ്ടോ. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം, സുഖദ സാന്ത്വനഗീതം. ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ
അകലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹ